ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട് ഇതിനകത്ത്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉള്ള മിനറൽസ് ഖനനം ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് പോലും ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. സിന്തറ്റിക് റൂട്ടൈൽ മാത്രമല്ല ഇതിനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആളുകളുടെ അസുഖങ്ങളെ പഠിച്ചാൽ ഹൈലി റേഡിയേഷൻ, നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഈ മണ്ണിന് വലിയ റേഡിയേഷനുള്ള മണലാണ്. ആ റേഡിയേഷനുള്ള മണലുകളെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ, അത് നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ എക്സ്റേ റൂമിൽ കയറുമ്പോൾ ഇടുന്ന പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്ഷനോട് കൂടിയാണ് നീക്കം ചെയ്യേണ്ടത്. കേരള തീരത്ത് ഇതുവരെ നീക്കം ചെയ്തിട്ടുള്ള നല്ലൊരു ശതമാനം മണലും, പ്രത്യേകിച്ച് തോട്ടപ്പള്ളി മേഖലയിലെ മണൽ മുഴുവൻ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അതിനകത്തുണ്ട്. തോറിയത്തിന് അത്തരത്തിൽ എഫക്റ്റ് ഉണ്ട്. ഇത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ മേഖലയിലെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള അസുഖങ്ങളുണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു തരത്തിലും പഠിക്കാതെ രണ്ടാം കരിമണൽ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നടപടിയാണ് സംസ്ഥാന ബഡ്ജറ്റിലൂടെ ശ്രീ വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പുറകിൽ ചുമ്മാതെ വന്ന ഒരു ആസൂത്രണമൊന്നുമല്ല, വളരെ പ്ലാൻഡായി കേരള തീരത്തെ കൊള്ളയടിക്കാൻ അച്ചാരം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത്തരം കാര്യങ്ങൾ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾ, ഇതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കാം. പക്ഷേ കാട്ടുകൊള്ളയാണ് ഇത്. ഇവിടെ ആ തോട്ടപ്പള്ളിയിൽ തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തിയ പല ആളുകളെ കാണാതെ പോയിട്ടുണ്ട്. നിങ്ങളവിടെ അന്വേഷിച്ചാൽ അറിയാം. 2019 പ്രളയത്തിന് ശേഷം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറവിൽ, ആ ഉത്തരവിൻ്റെ മറവിൽ കോടാനുകോടികളാണ് കടത്തിയത്. ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു ഓർഡറാണ് JC വെച്ച് പൊളിച്ചു മാറ്റാം. ആ മണൽ എവിടെ പോയി? അതെന്താ ചെയ്തേ? ഉത്തരവില്ല. അപ്പോൾ അതേ പരുവത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി ഇത് സംബന്ധിച്ച് ഒരു ടെൻഡർ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ വിദേശ കമ്പനികളും ഇന്ത്യയിൽ തന്നെയുള്ള ഭീമന്മാരും നമ്മുടെ സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ബഹുമാനപ്പെട്ട, നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, ശ്രീ പി രാജീവ് അവരുടെ ഒരു ഫേസ് പോസ്റ്റ്, എനിക്ക് തോന്നുന്നത് ഫെബ്രുവരിയിലാണ്. കേരളാസ് ന്യൂ ബഡ്ജറ്റ് മാർക്സ് എ ഡിസൈവ് സ്റ്റെപ്സ് ടുവേർഡ്സ് പൊസിഷനിങ് ഇന്ത്യ ആസ് എ സ്ട്രോങ് പ്ലെയർ ഇൻ ഗ്ലോബൽ പെർമനന്റ് മാഗ്നറ്റ് വാല്യൂ ചെയിൻ, എ സെക്ടർ കറൻ്റ്ലി ഡോമിനേറ്റഡ് ബൈ ചൈന. By announcing the establishment of rare earth corridor in association with industrial PSU KMML, we are creating a major opportunity for Kerala as a whole. This initiative targets 42,000 crores and 50,000 new jobs. ഇതിനെ അറുതി വഹിച്ചേ മതിയാവും. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരരംഗത്തുണ്ടാവും. കേരളത്തിൻ്റെ തീരത്തു നിന്നും ഇനി 1 കിലോ കരിമണൽ പോലും അനധികൃതമായി ഖനനം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി സമ്മതിക്കില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പിണറായി വിജയൻ 10 വർഷം നടത്തിക്കൊണ്ടിരുന്ന അതേ കൊള്ള മറ്റൊരു രൂപത്തിൽ മറ്റൊരു പേരിൽ നടപ്പിലാക്കാൻ വി ഡി സതീശൻ കൊണ്ടുവന്നതാണ് ഈ തീരദേശ മേഖലയിലെ ഖനനത്തിലെ സ്വകാര്യവൽക്കരണം. അതിൽ എടുത്തു പറയേണ്ട വിഷയം 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഉത്തരവ് പ്രകാരം, മാർച്ച് 1, 2019 ഉണ്ടായ ഈ ഉത്തരവ് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഏജൻസികൾക്കോ അല്ലാതെ മറ്റാർക്കും ഖനന അനുമതി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഒന്ന് നിയമവിരുദ്ധമാണ്, മാത്രമല്ല മറ്റാരെയോ സഹായിക്കാൻ വേണ്ടിയുള്ള അടുത്ത CMRനെ സൃഷ്ടിക്കുവാനുള്ള ഗൂഢലക്ഷ്യമാണ്. ആ ബിഡിങ്ങിന് പൂർണ്ണമായ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഏതൊക്കെ കമ്പനികൾ ആ ബിഡിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്,
അതേ കമ്പനി 2 ആഴ്ചയ്ക്ക് മുമ്പ് കരാർ ഒപ്പിട്ടു എന്നും അറിയാൻ കഴിയുന്നു. KMML കീഴിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഒപ്പിട്ടിട്ടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ചും ഈ പറയുന്ന കമ്പനി പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം മാത്രം പറയാം. ഇത് തെലങ്കാന ബേസ്ഡ് ഒരു കമ്പനിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരമുള്ള വിശദാംശങ്ങൾ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പറയാം. തെലങ്കാന കമ്പനി ഏതാണെന്ന് അന്വേഷിക്കുമ്പോൾ വളരെ ഉന്നതരായ നേതാക്കളുമായി ബന്ധമുള്ള കമ്പനിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ബാറ്ററിക്ക് വേണ്ടി ഈ മിനറൽസ് കളക്ട് ചെയ്യുമ്പോൾ OECD നിയമങ്ങൾ ബാധകമാണെന്നുള്ളത്. ഇന്ത്യയിൽ OECD നിയമങ്ങൾ അത്രയും കർശനമായി നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കി നമുക്കിതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വരുമാനമായി നമുക്കിതിനെ മാറ്റാൻ കഴിയും. കേരളത്തിൻ്റെ തീരദേശം നമ്മൾ എടുത്തു പറയേണ്ടത് കരിമണൽ കൊണ്ട് സമ്പന്നമാണ്. ഒരുപക്ഷേ ഇന്ത്യ മുഴുവൻ ഉള്ള സ്വത്തിനേക്കാൾ, പ്രത്യേകിച്ച് മിനറൽസ് സ്വത്തിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ തീരദേശത്ത് ആ വലിയ സ്വത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. കരിമണൽ കൊള്ളയുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക് കേസ് ആരംഭിച്ചപ്പോൾ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിനും സംസ്ഥാന സർക്കാരിനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും നിരവധി ഹർജികൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കൊള്ള കേരള സംസ്ഥാനത്ത് അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരു വർഷം ഖനനം ചെയ്യാൻ കഴിയുന്ന കേരള ബഡ്ജറ്റിൻ്റെ മുകളിലുള്ള തുകയ്ക്കുള്ള സാധനമാണ്. പിന്നെ അതിൻ്റെ വില വേണമെങ്കിൽ ഞാൻ തരാം. ഇവിടെ നിന്ന് ഖനനം ചെയ്യാൻ കഴിയുന്ന മിനറൽസിൻ്റെ വില നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഇവിടെ തോറിയം, ഞാൻ പറഞ്ഞില്ല, ഈ ദിവസങ്ങളിൽ തോറിയം ഇവിടെ നിന്ന് ഖനനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വാർത്തകളിൽ കാണുന്ന മിസൈലുകളും ഈ ബോംബുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ മിനറൽസിലല്ല ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് വിദേശത്തോട്ട് കടത്തപ്പെട്ടിട്ടുണ്ട്, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. എല്ലാത്തിനും CBI അന്വേഷണം പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ എക്സാലോജിക് CMRL കേസിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? കാരണം ഇനി അടുത്ത ഘട്ടത്തിൽ EDയുടെ എൻക്വയറി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് അഴിമതി എന്തുകൊണ്ടുണ്ടായി. ഇതുവരെ നമുക്ക് പൈസ മേടിച്ചു, അല്ലെങ്കിൽ വീണയുടെ കമ്പനി പണം കൈപ്പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയിലെ നേതാക്കൾ പണം കൈപ്പറ്റിയെന്നറിഞ്ഞു. ആ പണം കൈപ്പറ്റിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മുഖ്യമായ എടുത്തു പറയേണ്ട ഒരു വിഷയം, കേരള ഹൈക്കോടതിയിൽ ഞാൻ സമർപ്പിച്ച ഹർജിയിൽ നവംബർ 19, 2024 കേരള ഹൈക്കോടതി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച്, പ്രത്യേകിച്ചും അറ്റോമിക് എനർജി മിനറൽ ഇവിടെ ഉണ്ടെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്, അതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവാണിത്. നാളിതുവരെയായും ഇതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിനെയാണ്. ഈ കരിമണൽ, അതും കോടാനുകോടികൾ വിലയുള്ള ഈ കരിമണൽ കേരളത്തിൻ്റെ തീരത്ത് നിന്നും കടത്തപ്പെട്ടിരിക്കുന്നു. ആ കടത്തപ്പെട്ടിട്ടുള്ള കരിമണൽ നിയോഡിയം ഒരു കിലോയ്ക്ക് $180 വിലയുണ്ട്. യൂറിയം ഒരു കിലോയ്ക്ക് $160 വിലയുണ്ട്. സമരിയം ഒരു കിലോയ്ക്ക് $60 വിലയുണ്ട്. ഇതെല്ലാം ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. തോറിയം 4.5 കോടി രൂപ വില. ഇതെല്ലാം കേരള തീരത്തു നിന്നും കടത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇനി അനുവദിക്കാൻ കഴിയുന്നത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒത്താശ ചെയ്ത് കൊടുത്തവരെല്ലാം ഈ നാട്ടിൽ പുറത്തു വരണം. കേരള തീരത്തെ ഈ വലിയ സമ്പത്തിനെ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി മാറി മാറി വന്നിട്ടുള്ള
ഇടത് വലത് മുന്നണികൾ കൃത്യമായി കൊള്ളയടിക്കുന്നു. ആ കൊള്ളയടിച്ചതിൻ്റെ വീതം പറ്റിയതിൻ്റെ കേസാണ് ഇപ്പോൾ മാസപ്പടി ഇനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീതം പറ്റിയ ആളുകളുടെ ലിസ്റ്റ് ഇനിയും പുറത്തു വരാനുണ്ട്. ആ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ ഉന്നത പദവി വഹിക്കുന്നവരുമുണ്ട്. അത് 1-2 ലക്ഷമൊന്നുമല്ല, കോടികളാണ്. അധികാരത്തിൽ വന്ന് നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ അടുത്ത കൊള്ളയ്ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വിഷയം, നമ്മുടെ കുട്ടികൾ ജീവിക്കാൻ മാർഗമില്ലാതെ വിദേശത്തോട്ട് പലായനം ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത സ്വത്തിനെ കൊള്ളയടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, ഇടത് വലത് നേതൃത്വങ്ങൾ നിന്നു കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസാണ് അല്ലേ? നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസാണ്. അതിൻ്റെ ഏറ്റവും ആവശ്യമായ ഘടകം അല്ലെ ലോകം ബാറ്ററി, ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററിയിലേക്ക് മാറുകയാണ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അതിന് ആവശ്യമുള്ളത് പെർമനൻറ്റ് മാഗ്നറ്റാണ്. ആ പെർമനൻറ്റ് മാഗ്നറ്റ് ഇന്ന് ഏറ്റവും അധികം നിർമ്മിക്കുന്നത് ചൈനയാണ്. എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വലിയ ധാതു സമ്പത്ത് നമ്മുടെ കേരള തീരത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതിൻ്റെ സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ 7500 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. 7500 കോടി രൂപ, 400 കോടി രൂപ മുടക്കാൻ. ഇപ്പോൾ കേരളത്തിൻ്റെ ബഡ്ജറ്റ് കഴിഞ്ഞുകൂടെ എത്രയോ പദ്ധതികൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ മാറ്റിവെച്ചു. ഒരു സ്വകാര്യ പങ്കാളിത്തവുമില്ലാതെ 400 കോടി രൂപയിലധികം മുടക്കിയാൽ കേരള സംസ്ഥാനത്ത് ഈ മുഴുവൻ മിനറൽസും എക്സ്ട്രാക്ട് ചെയ്ത് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഇത് ചെയ്യാൻ കഴിയും. 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയും. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇല്ല എങ്കിൽ അഴിമതി നടക്കില്ല. 2 പതിറ്റാണ്ട് കാലമായി, ഞാൻ ഉറപ്പിച്ച് പറയുന്നത് 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ തീറ്റിപ്പോറ്റുന്നത് ഈ കരിമണൽ മാഫിയാണ്. ഇതിലേക്ക് വലിയ രീതിയിൽ KMML ഉൾപ്പെടെ KREL ഉൾപ്പെടെയുള്ള IREL ഉൾപ്പെടെയുള്ള കമ്പനികളെ ഉൾക്കൊള്ളിച്ച് സർക്കാർ മേഖലയിൽ തന്നെ ഈ ഖനനം നടത്തിയാൽ അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യം സംശയമില്ല. ഇനി വേറൊരു കാര്യം, ഇവർ ഖനനം നടത്തുന്നതിനുള്ള പ്രശ്നമുണ്ട്. ഭരിക്കുന്ന മുന്നണിയുടെ തന്നെ നേതാക്കൾ, ഇന്നലെ KC വേണുഗോപാലും G സുധാകരനുമൊക്കെ വളരെ കൃത്യമായി തന്നെ അതിനുള്ള എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ പറയാനുള്ളത്, കരിമണൽ കൊള്ളയുടെ പാർട്ട് 2 രണ്ടാം ഭാഗമാണ് ബഡ്ജറ്റിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ പാർട്ടി ചുമതലപ്പെടുത്തിയ പ്രകാരമുള്ള ഒരു പത്രസമ്മേളനമാണിത്. എന്നോടൊപ്പമുള്ളത് പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ അഡ്വക്കേറ്റ് PR ശിവശങ്കർ അവറുകളാണ്. അതോടൊപ്പം ജില്ലാ മീഡിയ കൺവീനർ ശ്രീ നവീൻ ആണ് എന്നോടൊപ്പമുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിൽ ബഡ്ജറ്റിന് ശേഷം ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയം തീരദേശ മേഖലയിലെ ഖനനത്തിലേക്കുള്ള സ്വകാര്യവൽക്കരണത്തിന് സംബന്ധിച്ചാണ്.